ഉണ്ടായാൽ ഇന്ധനവില കുതിച്ചുയരുമെന്നും നിലവിലെ വിലയോട് അമേരിക്കക്കാർക്ക് പിന്നീട് നൊസ്റ്റാൾജിയ തോന്നും വിധത്തിലുള്ള ഒരു വിലയായി തന്നെ അത് മാറുമെന്ന് പരിഹാസ രൂപേണ തന്നെ അമേരിക്കയെ ഒന്ന് കൊട്ടിക്കൊണ്ട് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഇവിടെ രംഗത്ത് വന്നിരിക്കുകയാണ്. ട്രംപിന്റെ ഹോർമുസ് ഉപരോധ ഭീഷണിക്ക് മറുപടിയായിട്ടാണ് ഇത്തരമൊരു പ്രഖ്യാപനം ഇവിടെ നടത്തിയിരിക്കുന്നത്. വൈറ്റ് ഹൗസിന് സമീപമുള്ള ഇന്ധനവിലയുടെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ട് ഇതിൽ വലിയ രീതിയിലുള്ള പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. അതായത് US വലിയ രീതിയിൽ ഇന്ധനത്തിന്റെ വില വർധനവിലൂടെ തന്നെ പിടിച്ച് താഴേക്കിടുമെന്ന ഒരു മുന്നറിയിപ്പാണ് ഇതിലൂടെ തന്നെ നൽകിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഇന്ധനവില കണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ എന്നും ഉപരോധം വരുന്നതോടുകൂടി തന്നെ $4 മുതൽ $5 ഗ്യാസ് ലഭിച്ചിരുന്ന കാലത്തെ നിങ്ങൾ ഒരുപാടധികം മിസ് ചെയ്യുമെന്നും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. കടലിടുക്കിലെ തടസ്സം ഇന്ധനവിലയിൽ വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് സൂചിപ്പിക്കാൻ ഒരു ഗണിതശാസ്ത്ര സമവാക്യം പോലും പങ്കുവെച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ചെറിയ മാറ്റം പോലും ആഗോള വിപണിയിൽ ചങ്ങല പ്രതികരണം പോലെ തന്നെ വില വർദ്ധിക്കുന്ന ഒരു രീതിയിലേക്കുള്ള മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. അതേസമയം ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള കപ്പലുകൾ തടയുമെന്ന് ട്രംപ് പ്രഖ്യാപനം നടത്തിയത്. അതേപോലെ തിങ്കളാഴ്ച രാവിലെ മുതൽ 10 മണി സമയം രാത്രി 8 മണിയോടുകൂടി അതുമുതൽ ഉപരോധം പ്രാബല്യത്തിൽ വരുമെന്ന് പോലും ഇവിടെ യു എസ് ഇവിടെ സ്ഥിരീകരണം നടത്തുകയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾക്ക് ഇത് ബാധകമായിരിക്കും. എന്നാൽ ഇറാനിയൻ തുറമുഖങ്ങളിലല്ലാത്ത ഇടങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ആ ഒരു സഞ്ചാരം അതിന് അനുമതി ഉണ്ടാകുമെന്നും വ്യക്തമാകുന്നുണ്ട്. അമേരിക്കയുടെ ഉപരോധ വാർത്ത പുറത്തു വന്നതോടുകൂടി തന്നെ ആഗോള എണ്ണ വിപണിയിൽ കനത്ത വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ വില 11% വർദ്ധിച്ച് ബാരലിന് $105 കടക്കുകയും അതേപോലെ തന്നെ മറ്റ് ക്രൂഡ് ബാരലിനാകട്ടെ $101 എത്തുകയാണ് ചെയ്തിരിക്കുന്നത്. വ്യാപാരം നടക്കുന്നത് വലിയ രീതിയിൽ ഒരു ആശങ്കയ്ക്ക് കൂടി വകവയ്ക്കുകയാണ്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷത്തിലേക്ക് കടക്കുമെന്ന, അതായത് പശ്ചിമേഷ്യ വീണ്ടും മറ്റൊരു സംഘർഷ അവസ്ഥയിലൂടെ കടന്നു പോകുമെന്ന ആശങ്കകൾക്കിടയിൽ തന്നെ പരസ്പരം പ്രകോപിപ്പിച്ചുകൊണ്ട് US ഇറാനും വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഇറാനിയൻ തുറമുഖങ്ങൾ ഉപരോധിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ പരിഹസിച്ചുകൊണ്ട് ഇറാൻ രംഗത്ത് വരികയാണ് ചെയ്തതും. എണ്ണവില കുത്തനെ ഉയരുമെന്ന സൂചന നൽകും എന്നതാണ് ഇറാന്റെ മറുപടിയായി പറയുന്നതും. അതോടൊപ്പം തന്നെ ഗൾഫിലെ തന്ത്രപ്രധാനമായ എണ്ണ റൂട്ടിലെ സഞ്ചരിക്കുന്ന ചില കപ്പലുകൾ ചൈനീസ് യുവാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് റിപ്പോർട്ടുകളായി തന്നെ പുറത്തു വന്നിരിക്കുന്നതും. അത് ഹോർമുസിലെ US നടപടി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ദീർഘകാലമായി തന്നെ നിലനിൽക്കുന്ന പെട്രോൾ സംവിധാനത്തിനെതിരായിട്ടുള്ള വെല്ലുവിളിയായും US ഉപരോധങ്ങൾ മറികടക്കാനുള്ള ഒരു മാർഗമായും ഈ സംഭവ വികാസങ്ങളെ കാണുന്നതായും വ്യക്തമാക്കുന്നു. ഉപരോധം ഏർപ്പെടുത്തിയതിലൂടെ തന്നെ വാഷിംഗ്ടൺ ചൈനയ്ക്കും ഇറാനുമെതിരായ നിലപാട് കൂടുതൽ കർശനമാക്കിയിരിക്കുന്നു എന്നതാണ് ഇവിടെ കരുതാൻ സാധിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.